ഗായ്സ് നമ്മൾ ട്രെയിനിലാണ്. നമ്മൾ കോളേജിൽ പോവുകയാണ്, മറ്റേ റിപ്പോർട്ട് കൊടുക്കാൻ. നമുക്ക് കോളേജ് എത്തിയിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഇവിടെ ട്രെയിൻ ഇറങ്ങി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ നടന്ന് നേരെ കോളേജിൽ പോകണം. നമ്മുടെ ഇതാണ് എൻ്റെ ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റ്. നിൻ്റെ സർട്ടിഫിക്കറ്റ് അല്ല, റിപ്പോർട്ട്. സോറി ഗായ്സ്, ഇന്നലെ അപർണ ഒരു കടയിൽ പോയിരുന്ന് കഷ്ടപ്പെട്ട് ബൈൻഡ് ചെയ്ത് വാങ്ങിച്ചതാണ്. അവളെ ബാഗിലുണ്ട്. എൻ്റെ ന്യൂ ബാഗാണ് ഗായ്സ്. ഡുണ്ടുമോളായിട്ടിരിക്കുന്നതാണ് ഇവർ പറയുന്നത്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്തെന്ന് വെച്ചാൽ കോളേജിൽ പോവുക, ഇത് കൊടുക്കുക, അവരെ വായിക്കണ കേൾക്കുക. പിന്നെ നമ്മളെന്താ നിങ്ങൾക്ക് കോളേജിലൊക്കെ ചുറ്റി കാണിച്ചു തരാം. നമ്മുടെ കോളേജ് നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ, കാണിച്ചു തരാം. അതിനുശേഷം എന്തെങ്കിലുമൊക്കെ പരിപാടി നോക്കാം ഗായ്സ്. കുറച്ച് നേരത്തെ ആയിപ്പോയി. കഴിഞ്ഞ വീഡിയോയിൽ ഒരു 100 വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഒരു 200 ആക്കി തരണം. അതെ ഗായ്സ്, അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ഉള്ള. സോ നിങ്ങൾ ഗായ്സ്, അപ്പം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്കെല്ലാം. നിങ്ങളിപ്പോൾ എത്ര സപ്പോർട്ട്. അത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു തകരാറ് എന്തോന്നു ഹീലിംഗ് ഡേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വ്ളോഗിൽ 159 വ്യൂസ് എന്തോ ആയി ഇന്നലെ നോക്കിയപ്പോൾ. സോ ഇനിയും തുടർന്നുള്ള സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ബസ്സുണ്ടോ നോക്കും. ബസ്സില്ലെങ്കിൽ നമ്മൾ ഓട്ടോ കയറി പോകുന്നതായിരിക്കും. ഞാൻ ഇവിടെ ബസ് ഭയങ്കര കുറവാണ് ഗൈസ്. എന്തായാലും നമ്മൾ കോളേജ് എത്തിയിട്ട് കാണിച്ചു തരാം. ഹേ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തോന്ന് ഇവിടെ കോളേജ് എത്തിയിരിക്കുന്നു. സോ ട്രെയിൻ കാണാമോ? ഈ വെണ്ടൂട. സോറി, ഇവിടെയൊക്കെ മരങ്ങളായിപ്പോയി, അതുകൊണ്ടാണ്. സോ അപ്പം നമ്മൾ കോളേജ് എത്തി. ഇനി നമ്മൾ നമ്മുടെ റിപ്പോർട്ട് കൊടുക്കണം. വേറെ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. നമ്മൾ കൃത്യമായി നേരത്തെയാണ്. ഇപ്പം എത്ര മണിയായി ഗായ്സ്? 9:30 നമ്മൾ 9:00 എത്താനാണ് പറഞ്ഞത്. സാധാരണ നമ്മുടെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ 10 മണിക്കാണ് എത്തുന്നത്. പക്ഷെ ഇന്നെന്താ നേരത്തെ എത്തി. സോ ഭയങ്കര പരദോഷമാണ് ഗൈസ്, നോക്കൂ നിങ്ങൾ. സോ ദാറ്റ്സ് ഇറ്റ്. നമുക്ക് ഈ കോളേജ് ചുറ്റി കാണിക്കാം. നമ്മുടെ ഒരു മെയിൻ സ്പോട്ട് ഉണ്ട്, അത് കാണിച്ചു തരാം. നമ്മുടെ മെയിൻ സ്പോട്ടിനെ പറ്റി എന്താണ് നിങ്ങൾ മിസ് ചെയ്തു അവിടെ ഇരുന്ന് സംസാരിക്കുന്നത്? സത്യം പറയാൻ എനിക്ക് അവിടെ ഇഷ്ടമല്ല, ഭയങ്കര നെഗറ്റീവാണ്. അത് ഇവക്ക് ഞാൻ മിസ് ചെയ്തു, ഞാൻ നല്ലപോലെ മിസ് ചെയ്തു. എനിക്ക് ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ നമുക്ക് ആ വില മനസ്സിലായിട്ടുള്ളായിരുന്നു. ബട്ട് ഇത്രയും ദിവസം വരാതിരുന്നപ്പോഴത്തേക്കും നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കും. ബാക്കിയൊന്നുമല്ല, ആ ഒരു നമ്മുടെ ഒരു ഫേവറേറ്റ് സ്പോട്ടുണ്ട്, അവിടെ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക്. ഗായ്സ്, ഒരു അടിപൊളി സാധനം ഇപ്പോൾ കാണിച്ചത് ഗായ്സ്. നമുക്ക് ആമ്പൽ കുള്ളം മീനാണെന്ന് തോന്നുന്നു. എന്തൊക്കെ ഓടുന്നുണ്ട് ഗായ്സ് ഇതിൻ്റെ. നല്ല ഭംഗിയുണ്ട് ഗായ്സ് ഇവിടെ. പറയൂ. നമ്മുടെ കോളേജ് നമ്മൾ വന്നോണ്ടിരുന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലായിരുന്നു, വെറും വെള്ളം. പക്ഷെ ഇപ്പൊ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. കാക്കേരെ സ്വിമ്മിംഗ് പൂളായിരുന്നു ആ ടൈമിൽ. സത്യം. അപ്പുറത്തൊന്നും കൂടെ ഉണ്ട്. എനിക്ക് വേണം ചിരി. നീയെങ്കിലും ചിരി. ഇതല്ല ചിരി, നാച്ചുറലായിട്ട് വരട്ടെ. ഇങ്ങനെ ഇരിക്കും. പരസ്യമാണ് ലെക്സ് കേട്ടോ. അത് കഴിക്കുള്ളൂ. ശരി. ഷെയ്നയാ? ഷെയ്ന വന്നില്ല. അവിടെ ഒരു ആമ്പൽക്കുളം ഉണ്ട്, കാണിച്ചത്.
ഗൈസ് ഇവളാണെങ്കിൽ കണ്ട ഇലയൊക്കെ എടുത്തിട്ട് ചന്ദനം എന്നൊക്കെ പറയും. അത് കോളേജിലെ കുഴപ്പമുണ്ട്, അത് കാണിച്ചു നല്ല അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ചന്ദനം. അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ്. കാരണം നമ്മുടെ കോളേജിലെ സിമ്പലൊക്കെ ഉണ്ട്. ഇവിടെ ഇളക്കിയപ്പോ ചുവപ്പ് കളർ, ബട്ട് കണ്ട അപ്പൊ ചന്ദനം എന്ന് വിചാരിച്ചു. എന്നിട്ട് കൊമ്പടിച്ച് നോക്കിയപ്പം വേറെ എന്തോ ഒരു ഇലയും വേറെ എന്തോ ഒരു മണവും. ഡുണ്ടു മോളെ കാണിച്ചു കൊടുക്കൂ. രണ്ട് മോളെ ഏട്ടായി വിളിക്കാണ്. അയ്യോ ഏട്ടായി അല്ല, അമ്മയാണ്. ഏട്ടായി ഒന്നും ഇല്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടൊന്നും ഒരു 50 പ്രാവശ്യമായി പറയുന്നു. അവിടെ എത്തിയില്ല, കുറച്ചുകൂടെ നടക്കണം. ഈ 12K വിസ്താരമാണ് ഇവിടെ, പക്ഷേ ഒന്നും പറയുന്നില്ല. ഭയങ്കര അടിപൊളി. വരുമോ? ബാഗ് ഇവിടെ വെച്ചിട്ട് വിട്ടാ അമ്മ ഇവിടെ വയ്ക്കാം ബാഗ്, അല്ലെങ്കിൽ വേണ്ട പോവാ. ഇവിടെ വടി. അവിടെ ഇരുന്നാൽ നെക്ലാസി പറക്കാം. നോക്കളാച്ച് പറക്കാനാ. അവിടെ അപ്പൊ ഇത് കൊടുക്കണ്ടേ? ചെയ്ത് കളയല്. അത് സമയമാകുമ്പോൾ കൊടുത്താൽ ശരി. ഗൈസ് ഇതാണ് നമ്മുടെ പ്ലേ ഗ്രൗണ്ട്. ഗ്രൗണ്ട് ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ നമ്മുടെ ഫേവറേറ്റ് നടക്കാൻ കുറച്ച് സ്ഥലം വേണം. സോ ഞാൻ അവിടെ നിന്നേ പഠിക്കണം. എനിക്ക് മനസ്സിലേക്കൊക്കെ ഭയങ്കര എനിക്ക് മിസ് ചെയ്തു കേട്ടോ അവിടെ സംസാരിക്കാൻ. മിസ്സൊന്നുമില്ല, കാര്യം വീട്ടിൽ നമുക്ക് സന്തോഷം. എനിക്ക് വീട്ടിൽ സന്തോഷം തന്നെ. വെള്ള കളറ് വെള്ളം വേണോ? വെള്ളം ആമ്പല് വേണോ? എറിയടി. വാവ് ഗൈസ്, ഇത് മറ്റേ ട്രയലോ വീഡിയോ ഇങ്ങനെ അച്ചു കൊണ്ട് വെച്ചിട്ട് ഇങ്ങനെ എടുത്തെടുത്ത് ഈ സംഭവം വെള്ളത്തിൽ നിന്ന് എടുത്ത് മാറ്റുന്ന വീഡിയോ ഉണ്ട്. ഗൈസ്, ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. അവസാനം അറ്റ് ലാസ്റ്റ് നമ്മളുണ്ടല്ലോ ഇവിടെ എന്താണ്ടേ ഈ മരം, ഇതിൻ്റെ താഴെ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കും. എന്താ നമ്മളിവിടെ ബെഞ്ചുണ്ടെങ്കിൽ നമുക്ക് എന്തോ തറയിരുന്നാലും ഒരു സമാധാനമുള്ളൂ. അതൊക്കെ അത്രയാണ്. നമ്മളപ്പോൾ ഇവിടെ വന്നിരിക്കും, സംസാരിക്കും, ചുമ്മാ ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിക്കും. അതാണ് നമ്മുടെ ഒരു ഇത്. പറയണോ നീ എന്തെന്നാണ് പറഞ്ഞത്? നമുക്കിവിടെ ഇരുന്ന് നൊസ്റ്റാൾജിയ പറക്കാം. എനിക്കിപ്പോൾ വിശക്കുന്നില്ല, കാര്യം ഞാൻ വീട്ടിൽ നിന്ന് 2 ഇഡലി കഴിച്ചായിരുന്നു. എനിക്ക് വിശക്കണുണ്ട്. ഞാൻ രാവിലെ എനിക്ക് എന്താന്നായിരുന്നു നോക്കി ഒന്നും നോക്കിയില്ല. പഴം ഉണ്ടായിരുന്നു, പഴം ഇങ്ങനെ എടുത്തിട്ട് വന്നു. എന്നിട്ട് കഴിച്ചായിരുന്നു. അതിൻ്റെ നല്ല രണ്ടുപേരും കൂടെ ഷെയർ ഇട്ട് കഴിക്കുമ്പോഴും ശരി. പക്ഷേ ബാഗ് എടുക്കാൻ അങ്ങ് പോകണ്ടേ? അതാണ് ഞാൻ പറഞ്ഞ ഇങ്ങ് കൊണ്ടുവരാം. ഞാൻ അറിഞ്ഞത് ഇവിടെ താമസിക്കാൻ. സോ നമ്മൾ ഹോസ്റ്റൽ കഴിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കുറച്ച് ലാഗാണ് എനിക്കറിയാം, പക്ഷേ നമ്മളിത് കട്ട് ചെയ്ത് കളയുന്നതായിരിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഫസ്റ്റ് ടൈമാണ് ഗൈസ് വ്ളോഗ് എടുക്കണം. നിങ്ങൾ ക്ഷമിക്കുക, തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. സോ ഹോസ്റ്റൽ എത്തി കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, ഇതാണ് നമ്മുടെ ഹോസ്റ്റൽ. കണ്ടോ ഹോസ്റ്റൽ വ്യൂ ഒക്കെ അടിപൊളിയാണ്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നിന്നാലേ ആ പ്രസൻസ് മനസ്സിലാവും. ഭയങ്കര നമ്മൾ ഹോസ്റ്റൽ കണ്ടില്ലെന്ന് പറയരുത്. ഇതാണ് ഹോസ്റ്റൽ. സത്യം പറഞ്ഞാൽ ഓൾ സയൻസ് സത്യം പറഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മൾ പഴവും കൊണ്ട് വരുന്നുണ്ട് അനശ്വര. ഓക്കെ ഗായ്സ്, ഇപ്പോൾ നമ്മൾ അനശ്വരത രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് പുള്ളിക്കാരുത്തി മറ്റേ ഈ എന്തോന്ന് ഈ പഴത്തിൻ്റെ പേരെന്തായിരുന്നു? റോബസ്റ്റ പഴം കൊണ്ടുവന്ന് കഴിക്കുകയാണ്. കഴിച്ചു വെച്ചു. ഞാൻ 2 ഇഡലി കഴിച്ചായിരുന്നു. സോ എനിക്കിപ്പോൾ കുഴപ്പമില്ല. സോ അത്രേ ഉള്ളൂ. യാ ഗൈസ്, ഇപ്പം
അത്ര ഇനി കോളേജ് സത്യം പറഞ്ഞാൽ ഇനി ചുറ്റിക്കറങ്ങി കാണിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് സ്ഥലം, ഇഷ്ടം പോലെ. പക്ഷെ എനിക്ക് നടക്കാൻ പോയി, അതാണ് ഒരു റീസൺ എന്ന് പറയും. നടന്ന് പോയി ചുറ്റി കാണിക്കാൻ എന്നെ കൊണ്ട് വയ്യ, കാര്യം അത്രയ്ക്കുണ്ട്. യാ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുന്നത് ഈ ഒരു ഏരിയയിൽ തന്നെ. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ എന്തായാലും ഉറപ്പായിട്ട് കാണിച്ചു തരാം ഗൈസ്. നല്ല വ്യൂ ആൻഡ് സീനറി ആണ് എന്തൊക്കെ പറഞ്ഞാൽ. സോ ദാറ്റ്സ് ഇറ്റ്. പിന്നെ കാണാം. ഇതൊന്നിൻ്റെ പേര് ബട്ടർഫ്ലൈ. ബട്ടർഫ്ലൈ ഇതാ ചത്തിട്ട് ഉറുമ്പെടുത്തോണ്ട് പോടും. കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ റിപ്പോർട്ടൊക്കെ കൊടുത്തു. എന്നിട്ട് നമ്മൾ കോളേജിൽ നിന്ന് ഇറങ്ങി ഇപ്പം നമ്മൾ ബസ് കാത്തിരിക്കുകയാണ്. പൈസ ഒക്കെ എടുത്തിട്ട് ബസ് കയറി നമ്മളിനി മസാല ദോശ കഴിക്കാനാണ് പോകുന്നത്. ഇവർക്ക് മസാല ദോശ ആണെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. നമ്മൾ അത് കഴിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ്. യാ, സോ അപ്പോൾ പറ, എന്തെങ്കിലും പറ. അപർണ എന്തെങ്കിലും പറ. ഞങ്ങൾ മറന്നു. അപർണ വ്ളോഗ് എടുക്കണം നമ്മൾ, പക്ഷെ ഓണാക്കുമ്പോൾ അവളെ കാണൂല. നീ സംസാരിക്കണതും എല്ലാവർക്കും ആഗ്രഹമുണ്ട്. ആഴ്ച നമ്മൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മൾ എവിടെ പോകുന്നു? മസാല ദോശ കഴിക്കാൻ വേണ്ടി പോവേണ്ടി ഗായ്സ്. ഇതിപ്പോൾ എവിടെയായി? ചാക്കയാവാൻ പോകും, മെയിൻ ജംഗ്ഷൻ. കുറേ നാളെ നമ്മൾ മസാല ദോശയൊക്കെ കഴിച്ചിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മന്തി കഴിക്കാനാണ് വന്നത്. പക്ഷേ ഈ 10:30-ക്കൊന്നും മന്തി ഒരിടത്ത് കിട്ടൂല. പിന്നെ ഒരു ദിവസം മന്തി കഴിക്കാൻ പോകും. അതെ, കൈ കൊണ്ട് വെച്ചത് എന്തോന്ന് ആളില്ല. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇവിടെ സ്റ്റാച്യൂലുള്ള ഒരു കടയിൽ വന്നിരിക്കുകയാണ്. നമ്മൾ സ്മൂത്ത് മസാല ദോശ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ക്രേവിങ്സ് ആയിരുന്നു ഗായ്സ്. കുറേ ദിവസമായി കടകളിൽ ഒന്നാണ് നമ്മളിവിടെ ഗായ്സ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇവിടെ വരണേ. ഇനി എൻ്റെ ബർത്ത്ഡേ ചിലവുണ്ട്. ഇവർക്ക് എന്ത് വേണമെന്ന് പറഞ്ഞാൽ അത് വാങ്ങിച്ചു കൊടുക്കുന്നതായിരിക്കും. ഞാൻ ഇവരൊന്നും പറഞ്ഞില്ല ഇതുവരെ. അവർക്ക് മന്തി വേണം, ഇവർക്ക് മന്തി വേണ്ട, രണ്ടഭിപ്രായങ്ങളാണ്. ഇനി അവർക്ക് എന്താണ് ക്രേവ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഞാൻ വാങ്ങിച്ചു കൊടുക്കും എന്നൊക്കെ വിചാരിക്കുന്നു. നമ്മൾ കഴിക്കുന്നതിനിപ്പോൾ മസാല ദോശ വരുമ്പോൾ കാണിക്കാം. കിളി പറഞ്ഞിരിക്കും ഗായ്സ്. അപ്പോൾ നമ്മുടെ ഫുഡ് വന്നിരിക്കുകയാണ്, മസാല ദോശ. എല്ലാവരും ഭയങ്കര കഴിക്കാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്, വിശന്നിരിക്കുകയാണ്. സോ കഴിച്ചിട്ട് കാണാം ഗായ്സ്. നമ്മളൊരു ബൈറ്റ് എടുത്ത് കാണിച്ചു. രംഗത്ത് മസാല ദോശ പൊളിയാണ്. വാവ് ആണ് വാവ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ കഴിക്കണമെന്ന് ക്രേവിങ്സ് ഒന്നും ഇല്ല, പക്ഷെ കഴിക്കുമ്പോൾ അടിപൊളിയാണ് ഗൈസ്, അല്ലേ? ഇനി അപർണയുടെ അഭിപ്രായം തേടാം. സീനല്ലേ? കഴിച്ചിട്ട് കാണാം. ഭയങ്കര പൊട്ടുന്ന രീതി കഴിച്ച് കഴിച്ച് അത്രയ്ക്ക് കഴിച്ച് ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി ഫുഡായിരുന്നു ഗൈസ്. ഇവർക്ക് ഭയങ്കര വിശന്നുണ്ട്, ക്രേവ് ചെയ്ത് വന്നതാണ്. ഇവരിപ്പം വയറ് മുട്ടോളം കഴിച്ചു.
സത്യം ഗൈസ് തല കറങ്ങുന്ന കാര്യം. എനിക്ക് ഉറക്കം വരണം. എനിക്കാണെങ്കിൽ തോന്നില്ല. അപ്പം ബില്ല് കിട്ടി. ബില്ല് അടച്ചിട്ട് കുറച്ച് പരിപാടി ഹേ ഗായ്സ്, നമ്മൾ സ്റ്റുഡിയോയിൽ വന്നു. ചുമ്മാ ഇവിടുത്തെ സ്റ്റുഡിയോ ഒന്ന് പുതുക്കിയായിരുന്നു. ചുമ്മാ കാണാൻ വേണ്ടി റെഡിയായി നിൽക്കണം. ഇത് ഞാൻ ഇട്ടിരുന്ന ഡ്രസ്സ് കണ്ടോ ഗൈസ്? ഇതാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഇത് സെയിം സാധനം ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. ഗായ്സ് ഇപ്പം ഞാൻ ഇതൊക്കെ ഞാൻ വെച്ചാൽ പുതിയ കളക്ഷൻസ് വന്നതാണ്. പക്ഷേ പുതിയ കളക്ഷൻസ് അല്ല. ഞാൻ ഈ ഡ്രസ്സ് വാങ്ങിച്ചപ്പോൾ ഉള്ളത് സെയിം കളക്ഷൻ തന്നെയാണ്. പക്ഷെ പുതിയതൊക്കെ വന്നു. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ബട്ട് ഉള്ളതൊക്കെ കൊള്ളാം കേട്ടോ. നല്ല കളക്ഷൻസാണ്. അല്ല ഇത് കൊള്ളാം. ഈ ഓഫ് ഷോൾഡർ ടോപ്പ് കൊള്ളാം. ഇത് നോക്കണേ, ഓഫ് ഷോൾഡർ കൊള്ളാമല്ലേ. ഓ ഗായ്സ്, നമ്മൾ സ്റ്റുഡിയോയിലൊക്കെ വന്നു. ഇനി നമ്മൾ തിരിച്ച് വീട്ടിൽ പോകും. പ്രത്യേകിച്ചൊന്നുമില്ല ഗായ്സ്. ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊള്ളാം. നമ്മളെല്ലാവരും ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ട്രൈ ചെയ്തിട്ടുണ്ട്. ഇട്ടില്ല, ഞാനിവിടെ ഇട്ട്. എന്തായാലും എല്ലാം കൊള്ളാം. ഇന്നത്തെ ദിവസമേ കൊള്ളായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായിരുന്നു. സോ നമ്മൾ എന്തെങ്കിലും അടുത്ത വ്ളോഗായിട്ട് ഇനി വരുന്നതായിരിക്കും ഗൈസ്. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.